ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായിട്ടും അത് നമ്മുടെ ചാനലിലൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്ന് തുള്ളിച്ചാടി വളരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സാധനം ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇന്നാണ് നമ്മൾ സ്കൂബ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇന്ന് സ്കൂബ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇന്നാണ് ദ്വീപിലേക്ക് ഷിപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചില സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെർമിഷൻ കിട്ടുമോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവരത് സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മളിന്ന് ഫൈനലി സ്കൂബ ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വെള്ളം പേടിയാണെങ്കിലും സ്കൂബ ചെയ്യാൻ എന്തോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇതാ ചാടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക, അതുപോലെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സ്കൂബ കൊച്ചി എന്ന് പറയുന്ന ഈ ഒരു ടീമായിരുന്നു നമ്മളെ ഇന്ന് സ്കൂബ ചെയ്യിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ട്രാവൽ പാക്കേജൊക്കെ സെറ്റ് ചെയ്ത് തന്ന അവർ തന്നെയാണ് ഇവരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്തായാലും അടിപൊളി ഒരു ടീമായിരുന്നു, നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഏട്ടനാണ് ഇറങ്ങാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യം 2 പേര് ഇറങ്ങിയിട്ട് പിന്നെ കുഞ്ഞുള്ള കാരണം അതിന് ശേഷമാണ് ചേച്ചിയും ചേട്ടനും ഇറങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞു തരും കേട്ടോ. നമ്മൾ അണ്ടർ വാട്ടർ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സൈനും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രഷർ ഡിഫറൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരോട് അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതെല്ലാം നമുക്ക് ആദ്യം അവർ പറഞ്ഞു തരും. ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കാൻ പോണത് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല. പേടിനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം സ്നോർക്കലിംഗ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ തുള്ളിക്കളിച്ച് പോയത്. പക്ഷേ പിന്നീട് അത് അങ്ങനെയൊന്നും ആയിരുന്നില്ല സംഭവിച്ചത്. നമ്മൾ ഈ കിറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ അവരിങ്ങനെ കുറച്ച് ദൂരം കൊണ്ടുപോയി കമിഴ്ത്തി കിടത്തിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ കുറച്ച് നേരം കമിഴ്ന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ബോട്ടിലിരുന്നുകൊണ്ട് തന്നെ ബാക്കിലേക്ക് ഇങ്ങനെ നമ്മൾ ഡൈവ് ചെയ്യുന്ന പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, മാത്രമല്ല എനിക്കൊന്നും നീന്താനും അറിയില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സേഫ്, കടലിനായിട്ട് നമുക്ക് അത്ര വലിയൊരു ഇതില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ സേഫ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത്. എന്തായാലും അതൊക്കെ ഓക്കെ പറഞ്ഞിട്ട് തുള്ളിക്കളിച്ച് പോയ ആളാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് താഴെ പോയി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കയ്യും കാലും ഇട്ടടിച്ച് പെട്ടെന്ന് മുകളിലേക്ക് വരികയാണ് ഉണ്ടായത്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് പേടിയായി, ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്താണെന്ന് പറയാൻ എനിക്ക് അത്ര അറിയുന്നില്ല, പക്ഷെ എന്തോ ഒരു പേടി പോലെ തോന്നി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പൊങ്ങി വന്നു. വീണ്ടും താഴെ പോയി, ഇതാ കയ്യും കാലിട്ടടിക്കുന്നത് ഞാനാട്ടോ. വീണ്ടും താഴെ പോയ സമയത്ത് ഞാൻ ഈ വായിൽ നമുക്കൊരു സാധനം വെച്ചിരുന്നു നമുക്ക് ബ്രീത്തിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സാധനമൊക്കെ എടുത്ത് കുറേ വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും പൊന്തി വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ശരിക്ക് കടലിൻ്റെ അകത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത്. എന്താ പറയുക, നമുക്ക് വൺസ് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കയറാനേ തോന്നുന്നുണ്ടാവില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളാണ്. ഇന്നലെ സ്നോർക്കലിങ്ങിന് കണ്ട അത്ര മീനുകളൊന്നും ഞാൻ കണ്ടില്ലെങ്കിലും സ്നോർക്കലിങ്ങിന് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് പോയില്ലല്ലോ, പുറമേ നിന്ന് കൊണ്ട് ഇങ്ങനെ അടിയിലേക്ക് നോക്കിയല്ലേ കാഴ്ചകൾ കാണുള്ളൂ. പക്ഷേ ഇത് കറക്റ്റ് നമ്മൾ ഉള്ളിലേക്ക് പോകാണല്ലോ, അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാനിത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഫെയിലായപ്പോൾ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മളിത് എല്ലാവരും ചെയ്യുന്നതാണ്, ഒരു കുഴപ്പവും വരില്ല, എന്തുണ്ടെങ്കിലും അവരുണ്ടല്ലോ കൂടെ, അതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല എന്നുള്ളത് നമുക്ക് അത്രയും ഉറപ്പ് നൽകിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് പോകുന്നത്. ആദ്യത്തെ ആ ഒരു പേടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എന്തായാലും ലൈഫിൽ ഒരു വട്ടമെങ്കിലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോസൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്കൂബ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും തന്നെ തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണത്. അതായത് പ്രഷർ ഡിഫറൻസ് വരുന്ന സമയത്ത് നമ്മുടെ ചെവി വേദനിക്കും. അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പാനിക്കാവും സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ വീണ്ടും ഇറങ്ങി കേട്ടോ. വീണ്ടും ഇറങ്ങിയിട്ടാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. ആ ടൈമിൽ പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് അത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ സ്കൂബയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിക്കായിട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത നമ്മൾ സ്റ്റാൻഡപ്പ് പാഡലിംഗ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഫുള്ള് വെള്ളത്തിലാണ്. നമുക്ക് കടലിൽ അങ്ങോട്ട് കുളിച്ച് മതിയാവണം, അതാണ് ഇന്നത്തെ ലക്ഷ്യം. ആദ്യം നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു കയാക്കിങ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളത് ഓൾറെഡി കയാക്കിങ് കടലിൽ ചെയ്തിട്ടില്ല, എന്നാലും കായലിലൊക്കെ ചെയ്തതാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ചെന്ന് കയറി കൊടുത്തത് നല്ല സ്ഥലത്തായിരുന്നു. കയാക്കിങ് മതിയായിരുന്നു എന്ന് പിന്നീട് ചിന്തിച്ചു. എന്നാലും കുഴപ്പമില്ല, ഇതും പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ട് സമാധാനിക്കാം. അത്യാവശ്യം വെള്ളം കുടിച്ചിട്ടുണ്ട് ഇതിലും, കാരണം ഒന്നിൽ കൂടുതൽ തവണ വെള്ളത്തിലേക്ക് വീണു. ഇങ്ങനെ നിന്ന് നമ്മൾ തുഴയാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബാലൻസ് ഇല്ലാതെ ആ ഒരു പരിപാടി ശരിക്കും അങ്ങോട്ട് വർക്കാവില്ല. ആദ്യം കുറച്ചൊക്കെ നിന്ന് തുഴഞ്ഞു, വെള്ളത്തിലൊക്കെ വീണു, പിന്നെ പതുക്കെ ഇരുന്ന് തുഴയാൻ തുടങ്ങി. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പിന്നീട് കുറേ ടൈം, ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇരുന്നിട്ടൊക്കെ തുഴഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതാണ് സംഭവം. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ എന്തോ ഇത് പിന്നെ ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ലേ. പിന്നീട് നാട്ടിൽ പോയിട്ട് ഇത് ഇത് ചെയ്യായിരുന്നു, കുറച്ചും കൂടെ ചെയ്യായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഉള്ള ടൈം മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്ത് എല്ലാം ചെയ്തു. അങ്ങനെ ഇരുന്നും നിന്നും ഒക്കെ തുഴഞ്ഞ് പരിപാടി അവസാനിപ്പിച്ച് കരയിലേക്ക് കയറുന്ന സമയത്ത് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, അയ്യോ കഴിഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷേ രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് നമ്മൾക്ക് ഇന്നൊരു ഐലൻഡ് വിസിറ്റും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയി. അങ്ങനെ ഭക്ഷണവും കഴിച്ച് റെഡിയായിട്ട് നമ്മൾ നേരെ കൽപ്പിറ്റി ഐലൻഡ് കാണാനാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്നോർക്കലിംഗ് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവരും ഇന്ന് നമ്മുടെ കൂടെ കൽപ്പിറ്റി ഐലൻഡ് വിസിറ്റിന് വരുന്നുണ്ട് കേട്ടോ. ഈ യാത്രയുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ട് റൈഡാണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ കൽപ്പിറ്റി ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ കോറൽസും മീനുകളെയും അതുപോലെ തന്നെ ആമകളെയും ഒക്കെ കാണാൻ പറ്റും. അതും ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. പല കളേഴ്സിലുള്ള കോറൽസും അതുപോലെ തന്നെ പല വിധത്തിലുള്ള മീനുകളെയൊക്കെ കാണാൻ പറ്റി. ഈ കാണുന്ന കോറൽസിനാണ് കേട്ടോ നീമോ ഫിഷ് ഉണ്ടാവുക. നമ്മൾ ആക്ച്വലി നീമോനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് മിസ്സായി. ഇവിടെ കാണുന്ന ഒട്ടുമിക്ക കാഴ്ചകളും പണ്ട് ടി വിയിൽ ഡിസ്കവറി ചാനലിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഇപ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൽപ്പിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ കടലങ്ങ് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്കിങ്ങനെ നടന്ന് ദ്വീപിലേക്ക് കയറാൻ പറ്റും. നിറയെ ചെടികളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയിലൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല രസമുള്ളൊരു വഴി. വളരെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ കൽപ്പിറ്റി. നേരത്തെ പറഞ്ഞ പോലെ വേലിയിറക്കത്തിൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ ദൂരം നടക്കാനൊക്കെ പറ്റി. ഇവിടെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ മീനുകളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ആ പോണത് ഇലക്ട്രിക് ഈലാണ്, അതുപോലെ തന്നെ സീ കുക്കുംബർ, അതുപോലെ ഒരുപാട് മീനുകളെ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഇവിടെ കാണുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു ബീക്കുഞ്ഞിപ്പാറ. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ കൂടെ വന്ന ചേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നു. പണ്ട് കാലത്ത് ബീക്കുഞ്ഞു ബി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ബ്രിട്ടീഷുകാർ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് ആരും കാണാതെ ഒളിച്ചിരുന്ന ഒരു പാറയായിരുന്നു ഇത്രേ അത്. അതുകൊണ്ടാണ് പിന്നീട് അതിനെ ബീക്കുഞ്ഞിപ്പാറ എന്നുള്ള പേര് വന്നത്.
നമ്മൾ അങ്ങോട്ട് പോകുന്ന പോലെ ആയിരുന്നില്ല, തിരിച്ചു വരുന്ന സമയത്ത് കണ്ടില്ലേ കോറൽസൊക്കെ നമുക്ക് കാണുന്ന രീതിയിൽ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം അത്രയും കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു. ഈ വേലിയിറക്കത്തിൻ്റെ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ അഗത്തിയിൽ നിന്ന് കൽപ്പിറ്റിയിലേക്ക് നടന്ന് വരാം കേട്ടോ. അത്രയും വെള്ളം കുറവായിരിക്കും, നമുക്ക് നടന്ന് വരാൻ പറ്റുന്ന അത്ര വെള്ളമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകുമ്പോൾ അധികം ആമകളെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷമമായിരുന്നു കേട്ടോ. പക്ഷെ അതിനും വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുറേ ആമകളെയൊക്കെ കണ്ടു. വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് ആ ആമകളുടെ ഒരു വലുപ്പം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തു കൂടെയൊക്കെയാണ് അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ അവസാനത്തെ ദിവസമാണല്ലോ ഇതെന്ന് ആലോചിക്കുമ്പോൾ മാത്രം ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഇത്തവണ നമ്മൾ അഗത്തി മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്ത വരവിൽ എന്തായാലും മിനിക്കോയും കവരത്തിയും ഒക്കെ നമുക്ക് കാണാൻ പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ പിറ്റേ ദിവസം റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇവരുടെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള കിലാഞ്ചിയും ഫാലും വേണമെന്ന്. അപ്പോൾ അതും കഴിച്ച് നമ്മൾ നിന്ന റൂമിനോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മളിതാ ഇറങ്ങുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിലാട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, താഴെയും റൂംസൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഭക്ഷണവും നല്ലത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിലെത്തി. ലക്ഷദ്വീപിനോട് ബൈ ബൈ പറയാൻ സമയമായി. അതിനൊരു വിഷമം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്ന ഫ്ലൈ 91 ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മുടെ മടക്കയാത്രയും. അപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിട്ട് മുകളിലെത്തി ഇങ്ങനെ താഴേക്ക് ഐലൻഡൊക്കെ നോക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ ലക്ഷദ്വീപിലേക്ക് എന്തായാലും നമ്മൾ ഇനിയും വരും. തിരിച്ച് നമ്മൾ ഗോവയിൽ തന്നെയാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. ഇന്നൊരു ദിവസം നമ്മൾ ഗോവയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. നാളെയാണ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഗോവയിൽ നമ്മൾ പോയ 1-2 സ്ഥലങ്ങളും കൂടെ ഈ ഒരു വീഡിയോയ്ക്കൊപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റെൻറ്റിന്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് കാറൊക്കെ തന്നു. നമ്മളിപ്പോൾ അതാ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാഗ ബീച്ചിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു എയർബിഎൻബി എടുക്കുകയായിരുന്നു ചെയ്തത്, 2 BHK. അതും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ എത്തി എല്ലാവരും ഒന്ന് ഫ്രഷായി ഭക്ഷണവും കഴിച്ച് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വൈകിട്ടാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയത്. നമ്മൾ ആദ്യം അഞ്ജുന ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടെ വലിയൊരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് സാധനങ്ങളും. നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ബീച്ചുകൾ കാണുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഇതൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിങ്ങനെ അതുവഴിയൊക്കെ നടന്നു. മാത്രമല്ല നല്ല തിരക്കായിരുന്നു. നമ്മൾ ലക്ഷദ്വീപിൽ വളരെ പീസ്ഫുള്ളായിട്ട് ബീച്ചിലൊക്കെ പോയി ഇരുന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഒരു തിരക്ക് കാണുമ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുത്തത് ബാഗ ബീച്ചിലേക്കാണ് പോയത്. പക്ഷെ ബാഗയിലെത്തിയപ്പോൾ നമ്മുടെ വൈബൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. പാട്ടും DJ അതുപോലെ ലൈറ്റ്സ് എല്ലാം കൊണ്ടും ഒരു പാർട്ടി മൂഡായിട്ടുണ്ടായിരുന്നു. രാത്രി കൂടെ ആയതുകൊണ്ട് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്ന് അധികം ആളുകളില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് രാത്രിയൊന്നും ആവാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം നേരം വൈകാതെ അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ നേരെ അഗോഡ ഫോർട്ട് കാണാനാണ് പോയത്. നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്ന പ്ലാന് രാവിലെ എഴുന്നേറ്റ് സൗത്ത് ഗോവയിൽ എവിടെയെങ്കിലും പോയിട്ട് സൺറൈസ് കാണണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാവർക്കും നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. എന്നിട്ട് ആ ഫോർട്ട് കാണാനായിട്ട് വന്നു. നമ്മൾ ഇവിടെയും അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നല്ല വെയിലും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ വെയിലുണ്ടായിരുന്നെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ ഒരു തണുത്ത കാറ്റും കൂടെ ഇല്ലാണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ വെയിൽ തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഗോവയിൽ അങ്ങനെ ഒരുപാട് ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും പറ്റിയില്ല. എന്തായാലും ഇത്തവണ ലക്ഷദ്വീപായിരുന്നല്ലോ മെയിൻ. അതെന്തായാലും അടിപൊളിയായി. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ലക്ഷദ്വീപ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.